നമസ്കാരം. ധനുഷ് PSC ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് എക്സാം, അതുപോലെ തന്നെ LDC വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എക്സാം, കമ്പനി ബോർഡ്, LGS തുടങ്ങിയ എക്സാമുകൾക്ക് ആവർത്തന ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മുടെ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്ന കണ്ടൻറ്റുകൾ എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയാണ് നമ്മൾ ഹോട്ട് പോയിൻറ്റുകൾ തീരുമാനിക്കപ്പെടുക. എപ്പോഴും ഹോട്ട് ടോപ്പിക്സ് തീരുമാനിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയിട്ടാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ ഹോട്ട് ടോപ്പിക് ഏതാണെന്നും സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതാണെന്നും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യമായി എക്സാം എഴുതുന്നവർക്ക് നമ്മുടെ എക്സാം ടൈം എന്ന് പറയുന്നത് 1 മണിക്കൂർ 15 മിനിറ്റാണ്. മാക്സിമം 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നെഗറ്റീവ് അടിക്കാതെ ശരി ഉത്തരങ്ങൾ മാത്രം ചെയ്ത് ശീലിക്കുക. ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യം. ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യം. ഓപ്ഷൻ എ പോർച്ചുഗീസ്, ഓപ്ഷൻ ബി ബ്രിട്ടീഷ്, ഓപ്ഷൻ സി ഫ്രാൻസ്, ഓപ്ഷൻ ഡി ഡച്ച്. ആൻസർ ഓപ്ഷൻ എ പോർച്ചുഗീസ്. ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യമാണ് പോർച്ചുഗീസ്. സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണിത്. ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യമാണ് പോർച്ചുഗീസ്. അതിന് മുൻപ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 84/2022 പ്രിലിംസ് +2 ലെവൽ എക്സാമിൻ്റെ ഫൈനൽ ആൻസറൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതായത് അതിന് എന്താണെന്ന് ചോദിച്ചാൽ ഡിഗ്രി പ്രിലിംസിന് പോലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ പ്രിലിംസ് എഴുതണമെങ്കിൽ നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അതുകൊണ്ടാണ് ഇതിൽ തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യം ഏതാണ്? പോർച്ചുഗീസാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല ഏതാണ്? ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ബി പാലക്കാട്, ഓപ്ഷൻ സി എറണാകുളം, ഓപ്ഷൻ ഡി ഇടുക്കി. ആൻസർ ഓപ്ഷൻ ഡി ഇടുക്കിയാണ്. ഇനിയുമുള്ളത് ക്വസ്റ്റ്യൻസ് വായിക്കാം, ആൻസേഴ്സ് നമുക്ക് നോക്കിപ്പോവാം. ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ആരാണ്? ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ആരാണ്? ആൻസർ ഹർമൻ കുണ്ടർട്ട്. ഹർമൻ കുണ്ടർട്ട് ആണ് ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത്. ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ഹർമൻ കുണ്ടർട്ടാണ്. ഹർമൻ കുണ്ടർട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി കാനിങ് പ്രഭു. കാനിങ് പ്രഭു. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു. അടുത്ത ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങൾ ഉള്ളത് ഏത് സമുദ്രത്തിലാണ്? ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങൾ ഉള്ളത് ഏത് സമുദ്രത്തിലാണ്? ആൻസർ പസഫിക് സമുദ്രം. ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങൾ ഉള്ളത് പസഫിക് സമുദ്രത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. പെട്രോഗാഡിലെ തൊഴിലാളികൾ വിൻ്റർ പാലസിലേക്ക് നടത്തിയ മാർച്ചിനു നേരെ പട്ടാളക്കാർ വെടിയുതിർക്കുകയും 100-ലധികം കർഷകരും തൊഴിലാളികളും കൊല്ലപ്പെടുകയും ചെയ്ത സംഭവത്തിൻ്റെ പേരെന്താണ്? അല്ലേ, ഡിഗ്രി പ്രിലിംസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം ഇത് തന്നെയാണ്. പെട്രോഗ്രാഡിലെ തൊഴിലാളികൾ വിൻ്റർ പാലസിലേക്ക് നടത്തിയ മാർച്ചിനു നേരെ പട്ടാളക്കാർ വെടിയുതിർക്കുകയും 100-ലധികം കർഷകരും തൊഴിലാളികളും കൊല്ലപ്പെടുകയും ചെയ്ത സംഭവത്തിൻ്റെ പേരെന്താണ്? ആൻസർ ബ്ലഡി സൺഡേ. അടുത്തത്. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ട്രോപ്പോപാസ് ആണ് ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അന്തരീക്ഷ പാളി. ട്രോപ്പോപാസ് ആണ്.
ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അന്തരീക്ഷ പാളി. നെക്സ്റ്റ് വൺ, താഴെ പറയുന്ന തുറമുഖങ്ങളിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്? താഴെ പറയുന്ന തുറമുഖങ്ങളിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കാണ്ഡല, ഓപ്ഷൻ ബി കൊച്ചി, ഓപ്ഷൻ സി പാരദീപ്, ഓപ്ഷൻ ഡി മർമഗോവ. ആൻസർ ഓപ്ഷൻ സി പാരദീപ്. ഓപ്ഷൻ സി പാരദീപ്. കിഴക്കൻ തീരത്ത്, ഇന്ത്യയുടെ കിഴക്കൻ തീരത്തുള്ളത് ഏതാണ്? പാരദീപ്. കിഴക്കൻ തീരം പാരദീപ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ആഗോളതാപനത്തിന് കാരണമാകുന്ന മുഖ്യവാതകം ഏതാണ്? താഴെ പറയുന്നവയിൽ ആഗോളതാപനത്തിന് കാരണമാകുന്ന മുഖ്യവാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് CO2 ആണ് ആഗോളതാപനത്തിന് കാരണമാകുന്ന മുഖ്യവാതകം. അടുത്ത ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ആചാര്യൻ ആരായിരുന്നു? മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ആചാര്യൻ ആരായിരുന്നു? രവീന്ദ്രനാഥ ടാഗോർ, ദയാനന്ദ സരസ്വതി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ആചാര്യൻ ആരായിരുന്നു? ആൻസർ ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ആചാര്യൻ ഗോപാലകൃഷ്ണ ഗോഖലെ. നെക്സ്റ്റ് വൺ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗസംഖ്യ എത്രയാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗസംഖ്യ എത്രയാണ്? ആൻസർ അധ്യക്ഷനും 2 അംഗങ്ങളും. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗസംഖ്യ അധ്യക്ഷനും 2 അംഗങ്ങളും. അധ്യക്ഷനും 2 അംഗങ്ങളും. അടുത്ത ക്വസ്റ്റ്യൻ, ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ്? ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ്? ആൻസർ ഓപ്ഷൻ എ ഉദ്യോഗസ്ഥ വൃന്ദം. ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലൂടെയാണ്. ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ കൂടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇ ഗവേൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇ ഗവേൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇ ഗവേൺസ്. ആൻസർ ഓപ്ഷൻ ബി ആണ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഇ ഗവേൺസ്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഇ ഗവേൺസ്. അടുത്തത്, വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുൻപ് പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കണം? വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുൻപ് പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കണം? ആൻസർ അതാണ് ഓപ്ഷൻ സി ആണ് 36 മണിക്കൂർ മുൻപ്. 36 മണിക്കൂർ മുൻപ്. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും ഒടുക്കേണ്ട പിഴ എത്രയാണ്? വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും ഒടുക്കേണ്ട പിഴ എത്ര രൂപയാണ്? ആൻസർ ഓപ്ഷൻ ബി 250 രൂപ. 250 രൂപ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയിലെ സമത്വം എന്ന ആശയം ഏതു രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും സ്വീകരിച്ചതാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ സമത്വം എന്ന ആശയം ഏതു രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും സ്വീകരിച്ചതാണ്? ആൻസർ ഫ്രാൻസ്. സമത്വം ബോറോഡ് ഫ്രം ഫ്രാൻസ്. സമത്വം ഫ്രാൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്താണ്? ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ
ഉൾപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, ക്ഷേമരാഷ്ട്രം. ക്ഷേമരാഷ്ട്രമാണ് ലക്ഷ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ലക്ഷ്യം എന്താണ്? ക്ഷേമരാഷ്ട്രമാണ് നമ്മുടെ ലക്ഷ്യം. ക്ഷേമരാഷ്ട്രമാണ് നമ്മുടെ ലക്ഷ്യം. നെക്സ്റ്റ് വൺ, ഒരു ബിൽ ധനകാര്യ ബിൽ ആണോ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് എന്താണ്? ആരാണ്? ഒരു ബിൽ ധനകാര്യ ബിൽ ആണോ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്, പറയുന്നത് ആരാണ്? പരിശോധിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, സ്പീക്കറാണ്. ഒരു ബിൽ ധനകാര്യ ബില്ലാണോ അല്ലയോ എന്ന് പറയുന്നത് സ്പീക്കറാണ്. സ്പീക്കർ. ധനകാര്യ ബിൽ എവിടെ അവതരിപ്പിക്കുന്നു ഫസ്റ്റ് എന്നൊക്കെയുള്ള നമ്മൾ അറിയാമല്ലോ, പഠിച്ചു വെക്കുക. ലോക്സഭയിൽ. നെക്സ്റ്റ് വൺ, പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസരിച്ചുള്ളതാണോ എന്ന് പരിശോധിക്കുവാനുള്ള സംവിധാനം ഏതാണ്? പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസരിച്ചുള്ളതാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനമാണ് ജുഡീഷ്യൽ റിവ്യൂ. പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസരിച്ചുള്ളതാണോ എന്ന് പരിശോധിക്കുവാനുള്ള നിയമം എന്താണ്? ജുഡീഷ്യൽ റിവ്യൂ. ഒരു നിയമം പാസ്സാക്കുന്നതിന് മുൻപ് ആ നിയമമായിട്ടില്ല, അതിന് മുന്നേ നമ്മൾ എന്തായിരിക്കും അതിനെ വിളിക്കുക? എങ്ങനെയാണ് അവർ അവതരിപ്പിക്കുക? മന്ത്രിമാരും മറ്റുള്ള ആൾക്കാരും എങ്ങനെയാണ് നിയമസഭയിലുമൊക്കെ ഈ കാര്യം അവതരിപ്പിക്കുക? എങ്ങനെയായിട്ടാണ് അവതരിപ്പിക്കുക? ആൻസർ പറയാമോ? ആൻസർ എന്തായിരിക്കണം? ബില്ലുകൾ അല്ലേ? ധനബില്ല്, അങ്ങനെ പലതരം ബില്ലുകളുണ്ട്. ബില്ലുകളാണ് എന്തായിട്ട് മാറുക? പിന്നീട് നിയമങ്ങളായിട്ട് വരിക. നെക്സ്റ്റ് വൺ, കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും നിയമം നിർമ്മിച്ചാൽ എന്താകുന്നു? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും നിയമം നിർമ്മിച്ചാൽ എന്തായി മാറുന്നു? ആൻസർ കേന്ദ്രം നിയമം മാത്രം സാധുതയുള്ള കേന്ദ്രത്തിൻ്റെ നിയമം മാത്രം സാധുതയുള്ളതാകുന്നു. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിനും സ്റ്റേറ്റിനും അല്ലേ, കേന്ദ്രത്തിനും ഒരുപോലെ അത് നിർണ്ണയിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ വരുമ്പോൾ കൺകറന്റ് ലിസ്റ്റ് ഉൾപ്പെട്ട വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും കൂടി നിയമം നിർമ്മിച്ചാൽ അല്ലേ, അപ്പോൾ എന്താ അത്? കേന്ദ്ര നിയമം മാത്രമായിരിക്കും സാധുത. കാരണം എന്താണ്? കേന്ദ്രം അടിച്ചൂടെ വീട്ടിൽ നിൽക്കുന്ന ഓർത്തു കഴിഞ്ഞാൽ മാത്രം മതിയാവും. അപ്പോൾ ലിസ്റ്റ് എന്ന് പറയുക സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട് അല്ലേ? സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഈ 3 ലിസ്റ്റുകളുടെ പഠിച്ചു വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പ്രത്യക്ഷ നികുതിയിൽ ഉൾപ്പെടുന്ന ഏതെല്ലാമാണ്? പ്രത്യക്ഷ നികുതിയിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്? അല്ലേ, നികുതിയാണ്. ആൻസർ വരുമാന നികുതി. പ്രത്യക്ഷ നികുതിയിൽ ഉൾപ്പെടുന്ന ആരാണ്? വരുമാന നികുതിയാണ് പ്രത്യക്ഷമായി നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗവൺമെൻറ്റിൻ്റെ വാർഷിക ധനകാര്യ പ്രസ്താവന എന്നറിയപ്പെടുന്നത് എന്താണ്? ഗവൺമെൻറ്റിൻ്റെ വാർഷിക ധനകാര്യ പ്രസ്താവന എന്നറിയപ്പെടുന്നത് എന്താണ്? ബജറ്റാണ്. ഗവൺമെൻറ്റിൻ്റെ വർഷം തോറും ഒരു വർഷത്തെ മൊത്തം വാർഷിക ധനകാര്യ പ്രസ്താവന എന്താണ്? ബജറ്റിലൂടെയാണ് അവതരിപ്പിക്കപ്പെടുക. ബജറ്റാണിത്. ഗവൺമെൻറ്റിൻ്റെ വാർഷിക ധനകാര്യ പ്രസ്താവനകൾ ബജറ്റായിട്ടാണ് അവർ അവതരിപ്പിക്കപ്പെടുക. മൊത്തം കൂടി ബജറ്റ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഗവൺമെൻറ്റിൻ്റെ വാർഷിക ധനകാര്യ പ്രസ്താവന അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ബജറ്റ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? ഇന്ത്യയുടെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 1951. മറന്നു പോകരുത്, 1951. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ
മൂലധന ചെലവിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മൂലധന ചെലവിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അതിൽ ഓപ്ഷൻ എ പൊതുകടത്തിൻ്റെ പലിശയുണ്ട്, ഓഹരികളിലെ നിക്ഷേപമുണ്ട്, സംസ്ഥാനങ്ങൾക്കുള്ള ഗ്രാൻറ്റുണ്ട്, സബ്സിഡികളുണ്ട്. മൂലധന ചെലവിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇതിൽ മൂലധനം എന്നുള്ളതിനകത്ത് കറക്റ്റ് ആൻസർ ഇവിടെ ഇല്ല. ഇത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്തേക്കോ കേട്ടോ. മൂലധന ചെലവ് മാത്രം ക്വസ്റ്റ്യനെ തെറ്റാണ്. അടുത്തത്, മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി സ്റ്റേപ്പിസ്. ഏറ്റവും ചെറിയ അസ്ഥി, മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് എവിടെയാണ് കാണപ്പെടുക? സ്റ്റേപ്പിസ് എവിടെ കാണപ്പെടുന്നു? എവിടെയാണ്? നമ്മുടെ മനുഷ്യൻ്റെ ചെവിയിൽ അല്ലേ? ചെവിക്കകത്തുള്ള അസ്ഥിയാണ്. ചെവിയിൽ അസ്ഥി ഉണ്ടോ? ഉണ്ടല്ലോ. ചെവിക്ക് ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം എന്ന് 3 ഭാഗങ്ങളുണ്ട് ചെവിക്ക്. അതിൽ ആന്തരകർണം അല്ലേ, മധ്യകർണം, അതിനിടയ്ക്ക് അവിടെയുള്ള ആ ഒരു 3 അസ്ഥികൾ കാണപ്പെടുന്നു. ആന്തരകർണത്തിൽ എന്ന് പറയാം. അതിൽ 3 അസ്ഥികൾ കാണപ്പെടുന്നു. ഏതൊക്കെയാണ് 3 അസ്ഥികൾ? ഒന്നിതാണ് മാലിയസ്, രണ്ടാമത്തത് ഇൻഗസ്, മൂന്നാമത്തത് സ്റ്റേപ്പിസ്. മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്. അങ്ങനെ 3 അസ്ഥികൾ നമ്മുടെ ചെവിയുടെ ആന്തരകർണത്തിൽ, കർണം ചെവിയാണ്, ചെവിയുടെ ആന്തരകർണത്തിൽ 3 അസ്ഥികൾ കാണപ്പെടുന്നു. അതിലെ ഒന്നാണ് സ്റ്റേപ്പീസ് എന്ന് പറയുന്നത്. ഓക്കെ, ചെവിയുടെ ഘടന പഠിക്കുമ്പോൾ അതിൽ ബാഹ്യകർണം ഒന്നും, ഓക്കെ അല്ലേ, ബാഹ്യകർണം ഒന്നും, മധ്യകർണം ഒന്നും, ആന്തരകർണം ഒന്നും 3 ഭാഗങ്ങളുണ്ട്. അതിൽ ആന്തരകർണത്തിൻ്റെ അവിടെയുള്ള അല്ലേ, അതിലുള്ള 3 അസ്ഥികളിൽ ഒന്നാണ് അല്ലേ, ഒന്നാണ് സ്റ്റേപ്പീസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിറ്റമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗമേതാണ്? ആൻസർ ഓപ്ഷൻ ബി സ്കർവിയാണ്. വിറ്റമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗം, അതിൻ്റെ അഭാവത്തിലുണ്ടാകുന്ന രോഗം, വിറ്റമിൻ സി നമ്മുടെ ശരീരത്തിനകത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന അസുഖം ഏതാണ്? സ്കർവിയാണ്. സ്കർവി, വിറ്റമിൻ സി, സ്കർവി കണക്ട് ചെയ്ത് പഠിക്കാം. വിറ്റമിൻ സിയുടെ അഭാവത്തിൽ സ്കർവി അല്ലേ. ബെറിബറി എന്ന് പറയുമ്പോൾ അതേതാണ്? വിറ്റമിൻ B1 അഭാവത്തിലുണ്ടാകുന്ന അസുഖമാണ് ബെറിബറി. അതായത് തയാമിൻ്റെ അഭാവത്തിൽ അല്ലേ, തയാമിൻ നമ്മുടെ തവിടിനകത്തൊക്കെ, ചുവന്നരിയുടെ തവിടിൽ കാണപ്പെടുന്ന വിറ്റമിനാണ് തയാമിൻ എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ തയാമിൻ്റെ അഭാവത്തിൽ, വിറ്റമിൻ B1 അഭാവത്തിൽ ഉണ്ടാകുന്ന അസുഖമാണെന്ത്? ബെറിബറി എന്ന് പറയാം. B1 എന്ന് പറയുമ്പോൾ ബി കോംപ്ലക്സ് വിറ്റമിനാണ് ഉള്ളത് അല്ലേ. ബി എന്ന് പറയുമ്പോൾ ഏതാണ്? ബി നമ്മുടെ വിറ്റമിൻ എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര എണ്ണം ഉണ്ട് അല്ലേ? ABCD അല്ലേ, EK, ഇങ്ങനെ ഇത്രയും വിറ്റമിൻസ് ഇല്ലേ. അതിൽ ബിയും സിയും എന്താണ്? ജലത്തിൽ ലയിക്കുന്ന വിറ്റമിനുകളാണ്. ബിയും സിയും ജലത്തിൽ ലയിക്കുന്ന വിറ്റമിനുകളാണ്. ബിയും സിയും എന്താണ്? ജലത്തിൽ ലയിക്കുന്ന വിറ്റമിനുകളാണ് അല്ലേ. ഇനി ബി എന്ന് പറയുമ്പോൾ ഇതുണ്ട്, B1 മുതൽ അങ്ങ് 12 വരെയുണ്ട്, B12 വരെയുണ്ട് കേട്ടോ. അതുകൊണ്ട് ബി കോംപ്ലക്സ് എന്ന് അവരെ വിളിക്കുന്നുണ്ട്. B1 മുതൽ B12 വരെയുണ്ട് ബി വിറ്റമിനുകൾ, അതുകൊണ്ട് ബി കോംപ്ലക്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, വിറ്റമിൻസ് അപ്പോൾ 2 കാറ്റഗറിയാണ് അല്ലേ. അടക്ക്, അത് കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. എയും ഡിയും ഇയും കെയും കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. ഏത്? എയും ഡിയും ഇയും കെയും. എന്നാൽ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? ബിയും സിയുമാണ്. ജലത്തിൽ ലയിക്കുന്ന ഏതൊക്കെയാണ്? ബിയും സിയുമാണ്. ബി എന്ന് പറയുമ്പോൾ ബി കോംപ്ലക്സുകളാണുള്ളത്. B1 മുതൽ B12 വരെയുള്ള വിറ്റാമിനുകളുണ്ട് കേട്ടോ, 3 എണ്ണമുണ്ട്. അതിൽ B1 തയാമിനാണ് അല്ലേ. B1 തയാമിനാണ്. ആ B1 തയാമിൻ്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്ന അസുഖമാണെന്ത്? ബെറിബറി എന്ന് പറയുന്നത്. ബെറിബറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെയുള്ള റിക്കറ്റ്സ് എന്താണ്? അത്രയും പറഞ്ഞിട്ട് റിക്കറ്റ്സ് എന്താണ്? ഏതിൻ്റെ അഭാവത്തിലുണ്ടാകുന്ന അസുഖമാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത്? വിറ്റമിൻ ഡിയുടെ
അഭാവത്തിലുണ്ടാകുന്ന അസുഖമാണിത് റിക്കറ്റ്സ്, അല്ലെങ്കിൽ മറ്റൊരു പേര് എന്താണ്? കണാരോഗം. റിക്കറ്റ്സ് വിറ്റമിൻ ഡിയുടെ അഭാവത്തിലുണ്ടാകുന്ന അസുഖമാണെന്ത്? റിക്കറ്റ്സ്, അല്ലെങ്കിൽ എന്താണ്? കണ. എന്താണ് റിക്കറ്റ്സ് അല്ലെ കണരോഗം? കൈയും കാലുമൊക്കെ എന്താണ്? ശോഷിച്ച് ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കും, മടങ്ങി ഇങ്ങനെ ഇരിക്കുന്നതാണ്, വളരെ ശോഷിച്ച്. അവരൊന്നൊരു ബലമില്ലാത്ത അവസ്ഥയാണ്, എഴുന്നേറ്റ് നടക്കാനൊക്കാത്ത അവസ്ഥയാണ്. അതാണ് റിക്കറ്റ്സ് രോഗം, കണാരോഗം. സുറോഫ്താൽമി എന്താണ്? വിറ്റമിൻ എയുടെ കുറവുണ്ട് അല്ലേ? വിറ്റമിൻ എയുടെ കുറവ് മൂലമാണ് ഇതുണ്ടാവുക, സുറോഫ്താൽമി എന്ന അസുഖം. അതായത് പറയുന്നത് കോർണിയയ്ക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ വിറങ്ങലിച്ചിരിക്കുക എന്ന് പറയും അല്ലേ, ഡ്രൈ ആകുന്ന അവസ്ഥയാണ് സുറോഫ്താൽമി എന്ന് പറയും. വിറ്റമിൻ എയുടെ കുറവുണ്ടെന്ന അസുഖമാണത്. മറ്റൊരു അസുഖമുണ്ട്, ഏതാണ്? സുറോഫ്താൽമി അല്ലാത്തൊരു അസുഖമുണ്ട്, വിറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കുറവുണ്ട്. അതേതാണ്? നിശാന്തതയാണ് അല്ലേ? അത് മങ്ങി ഒടിച്ചത് കാണാത്തതാണ്. ഇത് എന്താണ്? അതാര്യമാകുന്ന അവസ്ഥ, അത് തിമിരം. അതാര്യം എന്ന് പറയുമ്പോൾ അതിൽ ഡ്രൈനെസ് ആണ് സുറോഫ്താൽമിയെ കാണിക്കുക, ഡ്രൈനെസ് ആണ് കാണിക്കുക. ഓക്കെ, ഇപ്പോൾ വിറ്റമിൻ സി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സ്കർവിയാണ് അപര്യാപ്ത രോഗം വിറ്റമിൻ സിയുടെ. ഓക്കെ, ഇത് നിങ്ങൾ വിറ്റമിൻ എ പഠിക്കുമ്പോൾ വിറ്റമിൻ എ അതിൻ്റെ ഡെഫിഷ്യൻസി പഠിക്കണം, വിറ്റമിൻ ബി ഡെഫിഷ്യൻസി അല്ലേ? അപ്പോൾ ഒരിടത്ത് വിറ്റമിൻ ബി കോംപ്ലക്സുകളുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് ഓരോ അസുഖം എഴുതി വെക്കണം. ദെൻ വിറ്റമിൻ സി സ്കർവി അല്ലേ, വിറ്റമിൻ ഡി കണാരോഗം. ഇയുടെ എന്താണ്? ഇത്രയും പറയുമ്പോൾ അതും കൂടി പറയാമല്ലോ. വിറ്റമിൻ ഇ ഡെഫിഷ്യൻസി എന്താണ്? ഇ എന്ന് പറയുമ്പോൾ എന്താണ്? വന്ധ്യതയ്ക്ക് കാരണമാകുന്ന അവസ്ഥയാണ്. ഡെഫിഷ്യൻസി കുറവുണ്ട്, അതിൻ്റെ അഭാവത്തിൽ വന്ധ്യതയ്ക്ക്, കുട്ടികളുണ്ടാകാത്ത അവസ്ഥ, വന്ധ്യതയ്ക്ക് കാരണമാകുന്നതാണ് വിറ്റമിൻ ഇ കുറഞ്ഞാലുള്ള അവസ്ഥ അല്ലേ? കെ എന്ന് പറയുമ്പോഴോ അതിൻ്റെ അഭാവത്തിൽ നമുക്ക് എന്തുണ്ടാകുന്നുണ്ട്? കെ എന്ന് പറയുമ്പോൾ എന്താ ഉണ്ടാവുക? കെ എന്തിനുപയോഗിക്കുന്നു? എന്തിനാണ് ഉപയോഗിക്കുക? രക്തം കട്ട പിടിക്കാനാണ് കെ ഉപയോഗിക്കുക അല്ലേ? കെയുടെ ആവശ്യം അവിടെയാണ്, രക്തം കട്ട പിടിക്കുന്ന സമയത്താണ് കെ വേണ്ടത്. അപ്പോൾ കെയുടെ അഭാവത്തിൽ രക്തം കട്ട പിടിക്കാതെ ഇരിക്കുന്നു എന്നാണ് അവസ്ഥ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. DDT പോലെയുള്ള ശ്വാസം വിടട്ടെ അല്ലേ, DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം എഴുതിയതാരാണ്? ചോദ്യം വായിക്കുമ്പോൾ ചോദ്യത്തിൽ എന്താണ്? സൈലന്റ് സ്പ്രിംഗ് എഴുതിയ ആരാണ് അല്ലേ? ആൻസർ റേച്ചൽ കഴ്സൺ. ഈ പോയിന്റും കൂടി വായിച്ച് പഠിച്ചു. DDT ആണ് അവരുടെ പ്രമേയം, DDT ആയിരുന്നു പ്രമേയം. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. ഇൻസിറ്റു കൺസർവേഷൻ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇൻസിറ്റു കൺസർവേഷൻ മീൻസ് സംരക്ഷിക്കുക എന്നല്ലേ? ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? സുവോളജിക്കൽ ഗാർഡൻ ആണ് ഇൻസിറ്റു കൺസർവേഷൻ ഉൾപ്പെടാത്തത്. ഇൻസിറ്റു ഉൾപ്പെടാത്തത് ആരാണ്? സുവോളജിക്കൽ ഗാർഡൻ ആണ്. അപ്പോൾ ഇൻസിറ്റു നാഷണൽ പാർക്കും കമ്മ്യൂണിറ്റി റിസർവും ബയോസ്ഫിയർ റിസർവും ഒക്കെ അല്ലേ, പ്രത്യേക ഏരിയയിൽ കൊണ്ടുവരുന്നതാണ് അതൊക്കെ. നാഷണൽ പാർക്ക് നമ്മൾ നിർമ്മിച്ച് വെക്കുന്നു, കമ്മ്യൂണിറ്റി റിസർവ് നമ്മൾ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നു, ബയോസ്ഫിയർ റിസർവ് നമ്മൾ അത്രയും ഏരിയ റിസർവ് ചെയ്ത് വെക്കുന്നു അല്ലേ. ദെൻ സുവോളജിക്കൽ ഗാർഡൻ എവിടെയാണ്? ഇൻസിറ്റു നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല, എക്സിറ്റു ആണത്. അടുത്ത ക്വസ്റ്റ്യൻ. വാഹനങ്ങളിലും യന്ത്രങ്ങളിലുമുള്ള ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നത് ഡാഷ് മൂലമാണ്? ആൻസർ നിരങ്ങൾ ഘർഷണം മൂലമാണ്. നിരങ്ങൾ ഘർഷണം മൂലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. സംഗീതത്തിലെ സപ്തസ്വരങ്ങളായ സരിഗമ പധനി എന്നിവയിൽ ആവർത്തി കൂടിയ സ്വരമേതാണ്? ആവർത്തി കൂടുതൽ നീ ഇതിൻ്റെ അവസാനം അല്ലേ, ആവർത്തിയും തരംഗദൈർഘ്യവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വജ്രത്തിൻ്റെ പ്രാധാന്യം അതിൻ്റെ തിളക്കത്തിൽ ആണ്. ഈ തിളക്കത്തിൻ്റെ കാരണം എന്താണ്? ആൻസർ പൂർണ്ണാന്തര പ്രതിപതനം. വജ്രത്തിൻ്റെ പ്രാധാന്യം അതിൻ്റെ തിളക്കത്തിലാണ്. ഈ തിളക്കത്തിന് കാരണം എന്താണ്?
പൂർണ്ണാന്തര പ്രതിപതനം, പൂർണ്ണാന്തര പ്രതിപതനം, പൂർണ്ണാന്തര പ്രതിപതനം. വജ്രം, പൂർണ്ണാന്തര പ്രതിപതനം. അടുത്ത ക്വസ്റ്റ്യൻ. ക്ഷതം, മുറിവ്, അൾസർ, തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ എന്നിവയ്ക്ക് ജീവകോശങ്ങളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് എന്ത്? തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾക്ക് നമ്മുടെ ശരീരത്തിൽ ജീവകോശങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു രാസവസ്തു അല്ലേ? തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾക്ക് നമ്മൾ എന്താണ് പുരട്ടിക്കൊടുക്കുക? എന്താണ്? ആൻറ്റിസെപ്റ്റിക് ലോഷൻസ് അല്ലേ? എന്താണ്? ആൻറ്റിസെപ്റ്റിക് ലോഷൻസ്. സെപ്റ്റിക് ആവാതെ ഇരിക്കുക. മുറിവുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെപ്റ്റിക് ആവാതിരിക്കും, TT എടുക്കും. ഇതൊക്കെ ഓർത്താൽ മതി. ആൻറ്റിസെപ്റ്റിക് ലോഷനാണ് നമ്മൾ ചെയ്യുക. ക്ഷതം, മുറിവ്, അൾസർ, തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ എന്നിവയ്ക്ക് ജീവകോശങ്ങളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണെന്ത്? ആൻറ്റിസെപ്റ്റിക് ലോഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻ. കടൽ ജലത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലോഹം ഏതാണ്? കടൽ ജലത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ലോഹം ഏതാണ്? ഏത് ലോഹമാണ്? മഗ്നീഷ്യമാണ്. മഗ്നീഷ്യമാണ് അല്ലേ? നമുക്കൊന്നും ആൻസർ കിട്ടാത്തൊരു കാര്യമാണിത്. ഓക്കെ, റാങ്ക് മേക്കിംഗ് പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരൊന്നും എൻ്റെ ചാനൽ കാണില്ല. കാരണം അവരൊക്കെ മറ്റ് ഹയർ എന്ന് പറഞ്ഞൊരു ചാനലുണ്ടല്ലോ, അതിലേക്കേ പോവുള്ളൂ. അതായത് ഈ പൈസ കൊടുത്ത് പഠിക്കാൻ റാങ്ക് മേക്കിംഗ് ആൾക്കാർ പോവുള്ളൂ. നമ്മൾ ഇല്ലേ? അപ്പം അല്ലാതെ തുടക്കക്കാരായവർ മാത്രം എന്താണ് നമ്മുടെ പോലുള്ള ചെറിയ ചാനലുകളിൽ വരികയുള്ളൂ. പക്ഷേ PYQ ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കും ഉയർന്ന റാങ്കിലേക്ക് എത്താൻ പറ്റും. എല്ലാത്തരം ക്വസ്റ്റ്യൻസും നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. ഇംഗ്ലീഷ് മാത്രം, മലയാളം മാത്രം അങ്ങനെ പഠിക്കും നമ്മൾ ചെയ്തു നോക്കും. കുറച്ചൊക്കെ അങ്ങനെയും ചെയ്യണം. ബാക്കി നമ്മൾ ഭൂരിഭാഗവും നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനായി ചെയ്യാൻ പഠിക്കണം എന്നുള്ളതാണ്. അപ്പോഴേ നമ്മുടെ മാർക്ക് അവിടെ സ്കോറിങ് വരുള്ളൂ. നമ്മളെന്ത് 50-ലൊക്കെ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ, കടൽ ജലത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലോഹം, പലരുടെയും കൺഫ്യൂഷൻസ് ക്വസ്റ്റ്യൻസിൽ ഒന്നാണത്. ആൻസർ മഗ്നീഷ്യം. ഓക്കെ, താഴെ പറയുന്നവയിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണ്? വെബ് ബ്രൗസർ അല്ലേ? വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണ്? അല്ലാത്തത് ഡ്രീം വീവർ ആണ്. വെബ് ബ്രൗസർ അല്ലാത്തത് ഡ്രീം വീവർ. ഓപ്പറയും ആപ്പിൾ സഫാരിയും മൈക്രോസോഫ്റ്റ് എഡ്ജും ഒക്കെ നമുക്ക് പരിചിതമുള്ള വെബുകളാണ്. ഓപ്പറ, ആപ്പിൾ സഫാരി, മൈക്രോസോഫ്റ്റ് എഡ്ജൊക്കെ വെബ് ബ്രൗസേഴ്സ്. നമ്മൾ തപ്പാം അല്ലേ? അത്യാവശ്യം കമ്പ്യൂട്ടറിന് ക്ലിക്ക് ചെയ്യുന്നവർക്കും മൊബൈൽ ക്ലിക്ക് ചെയ്യുന്നവർക്കുമൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നവർക്കുമൊക്കെ ഈ ആൻസർ എഴുതാൻ പറ്റും. ഡ്രീം വീവറാണ് അല്ലാത്ത കാര്യം. ഓക്കെ, കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? സ്കാനർ, ബാർകോഡ് റീഡർ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, പ്ലോട്ടർ അല്ലേ? സ്കാനർ നമ്മൾ സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ബാർകോഡ് റീഡർ നമ്മൾ സ്കാൻ ചെയ്താൽ എടുക്കുക. ഒപ്റ്റിക്കൽ മാർക്ക് റീഡറിലും അവർ ചെയ്തെടുക്കുക. പ്ലോട്ടർ അല്ലേ? ഇതിൽ പെടാത്തത് ആരാണ്? പ്ലോട്ടർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പാസ്വേഡ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ ഇവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന ഒരുതരം തട്ടിപ്പാണ് എന്ത്? പാസ്വേഡ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയവ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ ഒക്കെ വ്യാജ മാർഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന ഒരുതരം തട്ടിപ്പ് ഏതാണ്? അതിന് പറഞ്ഞ പേരാണ് ഫിഷിംഗ് അല്ലേ? ഫിഷിംഗ് ആണ്. ഫിഷിംഗ് ഇൻ്റർനെറ്റ് അങ്ങനെ ഹാക്കിംഗ് പോലുള്ള സംഭവങ്ങൾ വരുന്നതാണെന്ത്? ഫിഷിംഗ് ആണ്. ചോർത്തിയെടുക്കുന്ന ഒരുതരം തട്ടിപ്പാണ് ഫിഷിംഗ് എന്ന് പറയും അല്ലേ? മീൻപിടുത്തം ഒന്നും അല്ല കേട്ടോ, ഫിഷിംഗ് അല്ലേ? നമ്മളൊക്കെ എല്ലാവരും ഇപ്പോൾ ഉള്ളവരെല്ലാം എന്താണ് +2 വരെയും എന്തുണ്ട് കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ 10 വരെയും നല്ലവണ്ണം കമ്പ്യൂട്ടർ പഠിച്ചിട്ടുള്ളവരാണ്. അവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാം. അടുത്തത്, ഒരു മുറിക്കുള്ളിലെ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനം ഏതാണ്? ഒരു മുറിക്കുള്ളിലെ കമ്പ്യൂട്ടറുകളെ. ആൻസർ ഓപ്ഷൻ ബി, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, LAN. ഈ ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. 25-ലും ചോദിക്കുന്നുണ്ട്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, LAN ഒരു മുറിക്കുള്ളിലെ കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ, കമ്പ്യൂട്ടറിൻ്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഏത് സോഫ്റ്റ്വെയർ? ആൻസർ ഓപ്ഷൻ സി, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്.
സഞ്ജയ എന്ന ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാകുന്ന ഓൺലൈൻ സംവിധാനം, ഓൺലൈൻ സേവനം ഏതാണ്? കെട്ടിട നികുതി അടയ്ക്കൽ. സഞ്ജയ കെട്ടിട നികുതി അടയ്ക്കൽ അല്ലേ? ഞാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ നടന്നിട്ടില്ല. ഓക്കെ, അക്ഷയ പോയേ പറ്റൂ. സഞ്ജയ നമുക്ക് ചെയ്യാൻ വേണ്ടി അതിന് പ്രത്യേക പാസ്വേഡും പ്രത്യേക അതിനുള്ള പാസ്വേഡും ഗൂഗിൾ യൂസർ നെയിം ഒക്കെ കൊടുത്ത് വേണം ചെയ്യാൻ. പക്ഷെ അതൊരിക്കലും ഈ ബ്രൗസർ നമുക്ക് ഇങ്ങോട്ട് സാങ്ഷനാക്കി തരത്തൊന്നുമില്ല പെട്ടെന്നൊന്നും. കുറേയധികം പരിശ്രമിച്ചെങ്കിൽ കിട്ടാറുണ്ട്. പക്ഷേ അക്ഷയക്കാർക്ക് എന്ത് ചെയ്യും, വേഗം അതൊക്കെ സാധ്യമാകും. ചെയ്ത് ശീലമുള്ളതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. സഞ്ജയാണ് എന്തായാലും കെട്ടിട നികുതി അടയ്ക്കാനുള്ള ആപ്ലിക്കേഷൻ. ഓക്കെ, അടുത്ത താഴെ കൊടുത്തിരിക്കുന്ന 2 പട്ടികകളിലെ വിവരങ്ങളെ ചേരുംപടി ചേർക്കുക. കോവോവാക്സ്, കോർബേവാക്സ്, കോവാക്സിൻ, കോവാക്സ് 19 അല്ലേ? അതിനെ ചേരുംപടി ചേർക്കുക. അതിൻ്റെ ആൻസർ ആയിരിക്കും ഓപ്ഷൻ സി ആണ്. അപ്പോൾ കോവോവാക്സ് അല്ലേ? കോവോവാക്സ് അത് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. കോവോവാക്സ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. കോർബേവാക്സ് ബയോളജിക്കൽ ഇ ലിമിറ്റഡ്. കോവാക്സിൻ ഭാരത് ബയോടെക്. കോവാക്സിൻ എടുത്താൽ എല്ലാവരും കോവാക്സിൻ ഭാരത് ബയോടെക്. ജംകോവാക്സ് 19 ജനോവ ബയോ ഫാർമസ്യൂട്ടിക്കൽസ്. ഒന്നുകൂടി വായിക്കാം. കോവോവാക്സ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, കോർബേവാക്സ് ബയോളജിക്കൽ ഇ ലിമിറ്റഡ്, കോവാക്സിൻ ഭാരത് ബയോടെക്, ജംകോവാക്സ് 19 ജനേവ ബയോ ഫാർമസ്യൂട്ടിക്കൽസ് അല്ലേ? അവർ കൊടുത്തേക്കുന്നൊരു ലൈൻ നോക്കി, ഇതിങ്ങനെ കൊടുക്കല്ലേ, അടുത്തത് ഇങ്ങനെ. ഓക്കെ, ഇതൊക്കെ നമുക്കൊരു തന്ത്രങ്ങളുണ്ടല്ലേ, നോക്കി വെക്കണം. അടുത്തത് താഴെ പറയുന്നവയിൽ ലിസ ചാലനുമായി ബന്ധപ്പെട്ടത് ശരിയായതല്ല. ലിസ ചാലൻ പണ്ടത്തെ ഒരു ആൻസർ ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തതാണ് അദ്ദേഹം ബന്ധപ്പെട്ടത്. കേരളത്തിൻ്റെ 26th അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം. ലിസ ചാലൻ എന്ന് പറയുമ്പോൾ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ഒന്ന് നോക്കി വെക്കുക. സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം. ഓക്കെ, സ്പിരിറ്റ് ഓഫ് സിനിമ ഓർത്ത് വെച്ചേക്കാൻ മതി. ലിസ ചാലൻ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ ആദ്യമായി COVID-19 വകഭേദമായ ഒമിക്രോൺ സ്ഥിരീകരിച്ച ജില്ല ഏതാണ്? എറണാകുളം ജില്ല. 29ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം അല്ലേ? കറണ്ട് അഫെയർ പി വത്സല. താഴെ പറയുന്നവയിൽ കാനായി കുഞ്ഞിരാമനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കാനായി കുഞ്ഞിരാമനാണ് ഇവിടെ. കാനായി കുഞ്ഞിരാമൻ. എന്തൊക്കെ ശരിയായ പ്രസ്താവനകളാണുള്ളത്? എന്തൊക്കെയാണ്? രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തത് അല്ലേ? KCS പണിക്കർ, ധനപാലൻ എന്നിവരുടെ ശിഷ്യനായിരുന്നു ആര്? കാനായി കുഞ്ഞിരാമൻ. KCS പണിക്കർ, ധനപാലൻ എന്നിവരുടെ ശിഷ്യനായിരുന്നു കാനായി കുഞ്ഞിരാമൻ. രാജ രവിവർമ്മ അവാർഡ്, തിക്കുറിശ്ശി അവാർഡ് എന്നിവ നേടി ചെന്നൈയിലെ ഗവൺമെൻറ് ഫൈനാൻസ് കോളേജ്, ലണ്ടനിലെ സ്ലേഡ് സ്കൂൾ ഓഫ് ഫൈനാൻസ് എന്നിവിടങ്ങളിൽ പഠനവും പരിശീലനവും കാനായി കുഞ്ഞിരാമനാണ്. കാനായി കുഞ്ഞിരാമൻ. നെക്സ്റ്റ് വൺ. താഴെ പറയുന്നവയിൽ കഥകളിയുമായി ബന്ധമില്ലാത്തവ ഏതൊക്കെയാണ്? നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എന്തോർക്കും, ഇങ്ങനെയുള്ളത് ശരിക്കും പഠിക്കണ്ട. നമ്മൾ ഹിസ്റ്ററി, ജോഗ്രഫി, മറ്റ് സയൻസും കുത്തിയിരുന്നുകൊണ്ട് പഠിച്ചിട്ട് ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ, മലയാളത്തിലൊക്കെ വരുന്ന സാഹിത്യ ഭാഷ വരുന്ന ക്വസ്റ്റ്യൻസ് അതിനെ പഠിക്കില്ല. പക്ഷേ ഇതിലൂടെ അത്രയും മാർക്ക് നമ്മുടെ പോവല്ലേ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇതേപോലുള്ള മലയാള സാഹിത്യത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസും കൂടി പഠിച്ചെടുത്തെങ്കിൽ മാത്രമേ എത്തുകയുള്ളൂ അല്ലേ? ഫുള്ളിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. ഓക്കെ, കാരണം ഇപ്പോൾ ഒരു പ്രിലിംസ് കിടക്കണമെങ്കിൽ 85+ കിട്ടണം, അല്ലെ 80+ കിട്ടിയാലേ പ്രിലിംസ് കിടക്കുകയുള്ളൂ. നേരത്തെ 50+ എന്ന് പറയാനിപ്പോൾ 85+ തന്നെ പറഞ്ഞേ പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ.
താഴെ പറയുന്നവയിൽ കഥകളിയുമായി ബന്ധമില്ലാത്തവ ഏതാണ്? ആൻസർ അഞ്ചടി. അതാണ് കഥകളി. ബന്ധമില്ല. കഥകളിക്ക് നമുക്ക് തോടയമുണ്ട്, ആട്ടവിളക്കുണ്ട്, ഏകലോചനം ഉണ്ട് അല്ലേ. ഇതിൽ അഞ്ചടിയാണ് നമുക്കിവിടെ ആൻസർ അല്ലേ. ബന്ധമില്ലാത്തത് അഞ്ചടി. ശരിയായ ജോഡികൾ ഏതെല്ലാം? ഡേവിസ് കപ്പ്, പ്രൊഡൻഷ്യൽ വേൾഡ് കപ്പ്, സുൽത്താൻ ആൻഡ് സാൻഷോ കപ്പ്, വാക്കർ കപ്പ് അല്ലേ. ഇതിൽ ശരിയായ ജോഡി ഓപ്ഷൻ എ ആണ് കേട്ടോ. കൺഫ്യൂഷൻ അടിച്ച് എങ്ങോട്ടും പോകണ്ട. ഡേവിസ് കപ്പ് ഏതാ? ടെന്നീസ് അല്ലേ. ടെന്നീസിലാണ് ഡേവിസ് കപ്പ് കൊടുക്കുന്നത്. ദെൻ പ്രൊഡൻഷ്യൽ വേൾഡ് കപ്പ് എന്താണ്? ക്രിക്കറ്റിനാണ് വരുന്നത്. ഓക്കെ. സുൽത്താൻ അസൻഷാ കപ്പ് ഇതൊക്കെ പഠിക്കുന്ന എല്ലാവരും അറിയാം, പക്ഷെ എന്നാലും നമുക്കൊന്ന് പഠിക്കണം. ഹോക്കി, വാക്കർ കപ്പ് അല്ലേ, ഗോൾഫ് എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് അടയാളപ്പെടുത്താൻ മാർക്ക് ചെയ്യാനൊരു കൺഫ്യൂഷനൊക്കെ ഇല്ല. ഓരോന്നോരോന്നായി എഴുതി വെക്കാം. ഡേവിസ് കപ്പ് ടെന്നീസാണ്. ഡേവിസും ടെന്നീസും കൂടി നേരത്തെ കണക്ഷൻ ഉള്ളതാണ് കേട്ടോ. ഡേവിസും ടെന്നീസും കണക്ഷൻ ഉള്ളതാണ്. പ്രൊഡൻഷ്യൽ വേൾഡ് കപ്പ് ആരാണ്? ക്രിക്കറ്റാണ് അല്ലേ. പ്രൊഡൻഷ്യൽ വേൾഡ് കപ്പ് ക്രിക്കറ്റാണ്. അസാൻഷാ കപ്പ് ഹോക്കി. അപ്പോൾ ഹോക്കിക്കുള്ളൊരു കപ്പ് സുൽത്താൻ അസാൻഷാ കപ്പാണ്. വാക്കർ കപ്പ് ഗോൾഫിനാണ് അല്ലേ. വാക്കർ കപ്പ് ഗോൾഫിന് ഓർത്താൽ മതിയല്ലോ. അടുത്തത്, ഇവയിൽ എം അച്യുതൻ്റെ കൃതികളേവ? എം അച്യുതൻ ആരെയും കൂടെ ഉണ്ടാകും പഠിക്കാം. എം അച്യുതൻ്റെ കൃതികളേവ? എം അച്യുതൻ്റെ കൃതികൾ ഇതിലേതൊക്കെയാണ്? അത് ശരി. ആൻസർ ഏതാണ്? 1ഉം 2ഉമാണ്. ചെറുകഥ, ഇന്നലെ ഇന്ന്, അതുപോലെ പാശ്ചാത്യ സാഹിത്യ ദർശനം. എം അച്യുതൻ പാശ്ചാത്യ സാഹിത്യ ദർശനം. അടുത്തത്, കൃഷ്ണൻകുട്ടി എന്ന മലയാള ചിത്രത്തിൻ്റെ കൃഷ്ണൻകുട്ടി സംവിധായകൻ ആരാണ് അല്ലേ. ചിത്രമുണ്ടല്ലോ അങ്ങനെ. സംവിധായകൻ ആരായിരുന്നു? അതിൻ്റെ സംവിധായകൻ ടി വി ചന്ദ്രൻ അല്ലേ. അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. ഓക്കെ. ടി വി ചന്ദ്രൻ. കൃഷ്ണൻകുട്ടി ടി വി ചന്ദ്രനുമായി ബന്ധപ്പെടുത്തി വെക്കുക. അപ്പോൾ ഇതിനകത്ത് 50 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ 50 ചോദ്യം കൂടി ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ഇത് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇതേ മോഡൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 80/22 വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. അതും ഇതേ മോഡൽ ക്വസ്റ്റ്യനാണ്. അടുത്ത ദിവസം നമുക്ക് പബ്ലിഷ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ കമൻസുകൾ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.